അങ്ങനെ ഒഫീഷ്യലി അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്, നീറ്റ് എക്സാം റദ്ദാക്കി എന്ന് പറഞ്ഞ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, നീറ്റ് പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട കുറേ ന്യൂസുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അവസാനം എക്സാം റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒഫീഷ്യൽ അടുത്ത എക്സാമിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇനി ടോപ്പേഴ്സ് ആയിട്ടുള്ള ആളുകളും എല്ലാം പഠിച്ചു തുടങ്ങിക്കോളും. ഒന്നേന്ന് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷേ നമ്മൾ വീണ്ടും നമ്മളുടെ ലൈവ് ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരുമിച്ച് നമ്മൾ ഫേസ് ചെയ്യുക. കാര്യം എല്ലാവർക്കും ഒരുമിച്ച് വരുന്ന കാര്യമാണല്ലോ, നിങ്ങളെ ചില ആളുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമല്ല. എല്ലാവർക്കും ഒരുപോലെ എക്സാം വീണ്ടും വരികയാണ്. 16 ലക്ഷം പേരും ഇനി എക്സാം ഒരുമിച്ച് ഒന്നും കൂടെ എഴുതണം. അപ്പം പഠിച്ചു തുടങ്ങുക എന്നുള്ള കാര്യമാണ്. വീണ്ടും ബുക്കും പേപ്പറും എല്ലാം എടുത്ത് വെച്ചിട്ട് ഒന്നേന്നങ്ങ് തുടങ്ങിക്കോളൂ. അപ്പം ഇനി ഡേറ്റ് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം റദ്ദാക്കി എന്നുള്ള ന്യൂസാണ് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഏകദേശം 160ഓളം ക്വസ്റ്റ്യൻസ് ലീക്കായി പുറത്ത് വന്നിട്ടുണ്ട്. 600 മാർക്കോളം ചോദ്യം പുറത്ത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അതിന് സമയമെടുക്കും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ സോർട്ട് ചെയ്ത് എല്ലായിടത്തും എത്തിക്കാനും ബാക്കിയൊക്കെ. പക്ഷെ ഒരു ഒഫീഷ്യൽ ഡേറ്റ് വരും, അതിനനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് പോകുക. അതിനായിട്ട് കാത്തിരിക്കുക. പക്ഷെ അതുവരെ പഠിക്കാൻ തുടങ്ങാതിരിക്കരുത്, ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ മാക്സിമം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് വീണ്ടും തുടങ്ങാവുന്നതെന്ന് ടെൻഷൻ അടിക്കാതെ പോസിറ്റീവായിട്ട് തുടങ്ങാം.